നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കെതിരായ യുദ്ധം ഇസ്രായേൽ തുടരവേ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം. അത് ഹമാസ് തീവ്രവാദികളെ സഹായിക്കുന്നവരെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണം. ഇവിടെ ഇറാൻ അനുകൂലികളായ ഒരു സംഘം തീവ്രവാദ നേതാക്കൾ സമ്മേളിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു. 5ഓളം പ്രമുഖരായ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മറ്റൊരു രാജ്യത്തേക്ക് തന്നെ അതിക്രമിച്ച് കയറി ആക്രമിക്കുക എന്നുള്ള സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഇസ്രായേലും അവലംബിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവരെല്ലാം തന്നെ ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇറാനാണ് ഇവരെ എല്ലാം പിന്തുണയ്ക്കുന്നത്. ഹമാസിനെ ആണെങ്കിലും ഹൂതി വിമതരെ ആണെങ്കിലും ഹിസ്ബുള്ളയെ ആണെങ്കിലും ഒക്കെ തന്നെ അനുകൂലിക്കുന്നത് ഇറാനാണ്, അവർക്കെല്ലാം സഹായം നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഇറാൻ അനുകൂലികളായ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുക എന്നുള്ള ഏറ്റവും പുതിയ ഒരു തന്ത്രം തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ നേതാക്കളുടെയും ഇറാൻ പാലസ്തീൻ അനുകൂല വിഭാഗങ്ങളുടെയും കേന്ദ്രമെന്ന നിലയിൽ അതീവ സുരക്ഷയുള്ള മേഖലയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഈ സംഘങ്ങളിലെ പ്രമുഖരായ നേതാക്കളെ ഉന്നമിട്ട് തന്നെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് സിറിയയുടെ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നത്. ഡമാസ്കസിനോട് ചേർന്നുള്ള മാസ എന്ന സ്ഥലത്തെ കെട്ടിടമാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തീർത്തും തകർന്ന് തരിപ്പണമായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനവും വിവിധ എംബസികളും നിരവധി മറ്റ് പ്രധാന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇവിടം. ആക്രമണത്തിൽ 10ഓളം പേർ കൊല്ലപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഹൂതി വിമതരുടെ കാര്യത്തിൽ അമേരിക്കയാണ് മുൻകൈയെടുത്ത് അവരെ നേരിടുന്നത്. ചെങ്കടലിൽ ഹൂതി വിമതരുടെ സാന്നിധ്യം തീർത്തും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് അമേരിക്കൻ സൈന്യം നടത്തുന്നത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതി വിമതരുടെ റഡാർ താവളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്നതിലും അമേരിക്കൻ സൈന്യം വിജയം കണ്ടിട്ടുണ്ട്. ഒപ്പം ഹിസ്ബുള്ളയെ പോലെയുള്ള മറ്റൊരു തീവ്രവാദ സംഘടനയും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ നേരിടുന്നുണ്ട്. ഇവർ പലരും മറ്റ് രാജ്യങ്ങളിലാണ് പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടത്തേക്ക് ആക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങളുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിലേക്കും ലെബനനിലേക്കും എല്ലാം ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണങ്ങളുടെ പേരിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നാളെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നാലും ഇവരൊക്കെ തന്നെ ഇറാൻ അനുകൂലികളാണെന്നും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതിമുതർക്കും എല്ലാം തന്നെ എല്ലാവിധ സഹായവും നൽകുന്നതും ഇത്തരം സംഘടനകളാണെന്ന് ഈ രാജ്യങ്ങളാണെന്നും ഒക്കെ തന്നെയുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന ലക്ഷ്യം ഹമാസിനെ മാത്രമല്ല ഹമാസിനെ സഹായിക്കുന്നവരെയും കൂടെ ഒറ്റപ്പെടുത്തി അവരെ പിടികൂടുക എന്നുള്ളതാണ്. ഇതിനൊരു പക്ഷേ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദയുടെ സേവനം തീർച്ചയായും ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹമാസിനെ അനുകൂലിക്കുന്ന ഇത്തരം സംഘടനകളെ പിടികൂടുന്ന കാര്യത്തിൽ ഇസ്രായേലിന് തീർച്ചയായും അവരുടെ പ്രധാന രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദയുടെ സഹായം ലഭിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതല്ലെങ്കിൽ അവർക്ക് ഇത്ര കൃത്യമായി ഡമാസ്കസിലെ ഒരു കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഇറാൻ അനുകൂലികളായ നേതാക്കൾ ചർച്ച നടത്തുമ്പോൾ ആ കെട്ടിടം മാത്രം ആക്രമിച്ച് തകർക്കാനുള്ള വിവരം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൊസാദയുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ ഇസ്രായേലിനെ എതിർത്തിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ള ആർക്കും തന്നെ ഒരു കാലത്തും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. തങ്ങളുടെ രാജ്യത്ത് അതിക്രമം നടത്തിയവർ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവിടെ എത്തി അവരെ വകവരുത്തും എന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ പണ്ടും ഇസ്രായേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനകൾക്കും നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സിറിയയിലേക്ക് ഇന്ന് ഇസ്രായേൽ നടത്തിയ ഈ അതിശക്തമായ ആക്രമണം.